ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ഇതിനു മുമ്പ് ഞാൻ 4 വയസ്സുള്ള ഒരു കുട്ടിയുടെ പട്ടുപാവാട സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഇട്ടിരുന്നു. ആ പാവാടയ്ക്ക് പറ്റിയ ബ്ലൗസിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ ലൈനിങ് ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. ആദ്യമേ ലൈനിങ്ങിൽ കട്ട് ചെയ്തതിന് ശേഷമാണ് നല്ല ക്ലോത്തിൽ വെച്ച് കട്ട് ചെയ്തെടുക്കുന്നത്. എനിക്കിവിടെ ബ്ലൗസിന് റെഡി ലെങ്തായിട്ട് 14 ഇഞ്ചാണ് ആവശ്യം. അതിൻ്റെ കൂടെ 2 ഇഞ്ച് കൂടെ എക്സ്ട്രാ എടുത്ത് 16 ഇഞ്ച് ഇറക്കത്തിൽ ഒരു 2 പീസ് ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഒരു പീസ് ബാക്ക് പാർട്ടിനും ഒന്ന് ഫ്രണ്ട് പാർട്ടിനും വേണ്ടിയിട്ടാണ്. ഫോൾഡ് ചെയ്ത വശമാണ് ഫ്രണ്ട് പാർട്ടിന് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഓപ്പൺ ആയിട്ടുള്ളത് ബാക്ക് പാർട്ടിന് എടുത്തിട്ടുണ്ട്. ബാക്ക് പാർട്ടിൽ ഞാൻ 1/2 ഇഞ്ച് ഒരു മാർജിൻ ലൈൻ കൊടുത്തിട്ടുണ്ട്. ഇത് ഹുക്ക് വയ്ക്കുന്നതിനുള്ള പടി വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റിച്ചിങ് എലവൻസ് ആയിട്ട് വിട്ടിരിക്കുന്നതാണ് ഈ 1/2 ഇഞ്ച്. ഈ 1/2 ഇഞ്ചിലേക്ക് ഈ ഫോൾഡ് ചെയ്ത ഫ്രണ്ട് വശം വെച്ച് ഇതേപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. ഇനിയും ഇവിടെയാണ് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യുന്നത്. ഇവിടെ ഫ്രണ്ട് പാർട്ട് ഈ ഫോൾഡ് ചെയ്ത പാർട്ടിൽ നിന്നിൻ്റെ എഡ്ജിൽ നിന്ന് ഇവിടെ 1/2 ഇഞ്ച് വിട്ടെടുത്തു നിന്നല്ല, അത് കഴിഞ്ഞിട്ടുള്ള ഈ പാർട്ടിൽ നിന്നാണ് ഷോൾഡർ മാർക്ക് ചെയ്യേണ്ടത്. എനിക്കിവിടെ 5.5 ഇഞ്ചാണ് ഷോൾഡർ മെഷർമെൻറ്റ്. താഴോട്ട് ഒരു 1/4 ഇഞ്ചിൽ ചെറിയൊരു ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആം ഹോളും 5.5 ഇഞ്ച് തന്നെയാണ് എടുക്കുന്നത്. ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. ഇവിടെ നെക്ക് വിഡ്ത്തായിട്ട് 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഇവിടെ നിന്നും ഈ 1/4 ഇഞ്ചിലേക്ക് ഒരു ഷോൾഡർ സ്ലോപ്പ് ചെയ്തെടുക്കുക. നെക്ക് ഞാൻ ക്യാൻവാസിലാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഇവിടെ തുണിയിലിപ്പോൾ കട്ട് ചെയ്യുന്നില്ല. ഇനി ചെസ്റ്റ് മാർക്ക് ചെയ്യാം. ഇവിടെ എനിക്ക് ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റിൻ്റെ 4/1 ലൂസിങ് ഉൾപ്പെടെ 6.5 ഇഞ്ചാണ്. 1 ഇഞ്ച് സീം അലവൻസ് കൊടുക്കുന്നു. അതേപോലെ വേസ്റ്റ് മെഷർമെൻറ്റ് ഇവിടെ എനിക്ക് അതും 6 ഇഞ്ചാണ് ലൂസിങ് ഉൾപ്പെടെ വരുന്നത്. അവിടെ നിന്നും 1 ഇഞ്ച് സീം അലവൻസ് ചേർത്ത് 7 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. ഇവിടെ ചെറിയ കുട്ടിയായതുകൊണ്ട് വേസ്റ്റിൻ്റെ മെഷർമെൻറ്റൊക്കെ സെയിമായിട്ട് ഇതേപോലെ തന്നെ മാർക്ക് ചെയ്താലും കുഴപ്പമില്ല. താഴെ ഹിപ്പിൻ്റെ മെഷർമെൻറ്റാണ് മാർക്ക് ചെയ്യേണ്ടത്. ഹിപ്പിൻ്റെ ലൂസിങ് ഉൾപ്പെടെ 6.5 ഇഞ്ചാണ് വരുന്നത്. 7.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തെടുക്കുന്നു. 1 ഇഞ്ച് സീം അലവൻസ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്തെടുക്കുക. അതേപോലെ ഇവിടെ താഴെ ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് കയറ്റി ഒന്ന് കർവ് ഷേപ്പിൽ വരച്ചെടുക്കണം. ഇനി ആം ഹോള് വരയ്ക്കാം. ആം ഹോള് ഇവിടെ നിന്നും ഒരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഫ്രണ്ട് ആം ഹോള് തനിയെ കട്ട് ചെയ്തെടുക്കുന്നില്ല. ഇനി നമുക്ക് ഈ മാർക്കിങ്ങിൽ കൂടെ കട്ട് ചെയ്തെടുക്കണം. ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ നെക്ക് വിഡ്ത്തായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത് 2.5 ഇഞ്ചാണ്. അത് ബാക്ക് പാർട്ടിലും കൂടെ മാർക്ക് ചെയ്ത് വെക്കുക. ഇനിയും ഈ ലൈനിങ് പീസ് യൂസ് ചെയ്ത് നല്ല ക്ലോത്തിൽ കട്ട് ചെയ്തെടുക്കണം. നല്ല പീസിൽ കട്ട് ചെയ്ത് ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് ബാക്ക് പാർട്ടാണ്, ഇത് ഫ്രണ്ട് പാർട്ട്. ഇനിയും സ്ലീവും നെക്കുമാണ് കട്ട് ചെയ്യാനുള്ളത്. നെക്ക് ഞാൻ ക്യാൻവാസിലാണ് കട്ട് ചെയ്യുന്നത്. അതേപോലെ സ്ലീവിന് ലൈനിങ് വെക്കുന്നില്ല. സ്ലീവ് ഒരു ചെറിയ പഫ് സ്ലീവാണ് വെക്കുന്നത്. ആദ്യമേ നെക്ക് കട്ട് ചെയ്യാം. നെക്ക് കട്ട് ചെയ്യുന്നതിനായിട്ട് ഒരു പീസ് പേപ്പർ ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. ആദ്യമേ മുകളിലൊരു സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തു. അവിടെ നെക്കിന് വിഡ്ത്തായിട്ട് കൊടുക്കുന്നത് 2.5 ഇഞ്ചാണ്. 2.5 ഇഞ്ച് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്തു. നെക്കിന് താഴോട്ട് ഇറക്കം 3.5 ഇഞ്ച്. 3.5 ഇഞ്ചിൽ ഇതൊരു സ്ക്വയർ ആക്കുക. ഇവിടെ ഒരു ബോക്സ് പോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഇതിനുള്ളിൽ ഇഷ്ടമുള്ള ഷേപ്പ് കൊടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പാണ് കൊടുക്കുന്നത്. ഇങ്ങനെ ഒരു ഷേപ്പ്. ഇനിയും ഇതിൻ്റെ സൈഡിലായിട്ട് 1 ഇഞ്ചിൽ മാർജിൻ വരച്ചെടുക്കുക. അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി ഒരു പീസ് ക്ലോത്തിലൊട്ടിച്ച് സാധാരണ നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്യുന്നത് പോലെ ഫ്രണ്ട് പാർട്ടിൽ വെച്ച് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കുക. അതേപോലെ ബാക്ക് പാർട്ടിൽ നമ്മളിവിടെ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ബാക്ക് പാർട്ടിൽ ഞാൻ നെക്കിന് ഇറക്കം കൊടുക്കുന്നത് 2 ഇഞ്ചാണ്. 2 ഇഞ്ച് മാർക്ക് ചെയ്ത് ഒരു യു ഷേപ്പിൽ നെക്ക് വരച്ച് കട്ട് ചെയ്തെടുക്കുക. ഇത് ബാക്ക് പാർട്ടിലെ നെക്ക് ഞാൻ ക്രോസ് പീസ് വെച്ചാണ് ഫിനിഷ് ചെയ്യുന്നത്. നെക്ക് ഫിനിഷ് ചെയ്യുന്നതിന് മുമ്പേ ഇവിടെ ഹുക്കും ഐയും വെക്കാനായിട്ട് നെക്ക് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഹുക്കും ഐയും ഇവിടെ ഹുക്ക് വയ്ക്കാനും അതേപോലെ ഐ വയ്ക്കാനുമുള്ള പടി സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനുശേഷം ഞാനിവിടെ സ്ലീവാണ് കട്ട് ചെയ്തെടുക്കുന്നത്. സ്ലീവ് ഞാനിവിടെ ഒരു പഫ് സ്ലീവാണ് ചെയ്യുന്നത്, ചെറിയൊരു പഫ് സ്ലീവാണ്. അതിനായിട്ട് തുണിയെ 2 പീസ് തുണിയുണ്ടത്, തുണിയെ 4ആയിട്ട് ഇങ്ങനെ മടക്കിയിടുക. എനിക്ക് ഇവിടെ സ്ലീവ് ലെങ്തായിട്ട് ആവശ്യം 3 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ ഈ താഴെയും ഞാൻ ചെറിയ പ്ലീറ്റ്സ് കൊടുത്ത് ഒരു ചെറിയൊരു പടിയാണ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത്. അതിനൊരു 1/2 ഇഞ്ച്, ഇവിടെ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ആവശ്യമുണ്ട്. അങ്ങനെ 4 ഇഞ്ചാണ് ആവശ്യം. അതിൻ്റെ കൂടെ പഫ് വയ്ക്കുന്നത് കാരണം ഇവിടെ ഒരു 2 ഇഞ്ച് കൂടെ എക്സ്ട്രാ ലെങ്തിൽ എടുക്കുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ 6 ഇഞ്ചാണ് ലെങ്തായിട്ട് എടുക്കുന്നത്. അതേപോലെ ഇവിടെ നിന്നും താഴേക്ക് ഞാനൊരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് ഒരു ലൈൻ വരച്ചെടുക്കുന്നു. ഇവിടെയാണ് ഞാൻ സ്ലീവിൻ്റെ മാർക്കിംഗ് ചെയ്യുന്നത്. പഫിന് വേണ്ടിയിട്ടാണ് ഇവിടെ 2 ഇഞ്ച് എക്സ്ട്രാ വിട്ടിരിക്കുന്നത്. ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതേപോലെ താഴേക്കൊരു 5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനിയും ഇവിടെ സ്ലീവിൻ്റെ ഷേപ്പ് വരച്ചെടുക്കുക. സ്ലീവിൻ്റെ ഷേപ്പ് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തെടുത്തു. അത് മുകളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് പ്ലീറ്റ്സ് കൊടുക്കുന്നത്. അതേപോലെ ഇവിടെയും ചെറിയ പ്ലീറ്റ്സ് കൊടുത്തെടുക്കുന്നുണ്ട്. സ്ലീവ് റൗണ്ടായിട്ട് എനിക്ക് 4.5 ഇഞ്ചാണ് ആവശ്യം. ഈ ലൈനിന് താഴേക്ക് 4.5 ഇഞ്ച്, പിന്നെ തയ്യൽ തുമ്പായിട്ട് 1 ഇഞ്ച് കൂടെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. ബാക്ക് പാർട്ടിൽ ഒരു സൈഡിൽ ഇതേപോലെ ഹുക്ക് വയ്ക്കാനായിട്ട് 1.5 ഇഞ്ച് വീതിയുള്ള ഒരു പീസ് ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഇത് മുകളിൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത് ഉള്ളിലേക്ക് മടക്കി തയ്ച്ചെടുക്കുക. അതേപോലെ ഇവിടെ ഐ വയ്ക്കാനായിട്ടും സാധാരണ ബ്ലൗസിലൊക്കെ സ്റ്റിച്ച് ചെയ്യാറുള്ളത് പോലെ ഇവിടെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം പുറമേ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതേപോലെ ഹുക്കും ഐയും വെക്കാനുള്ള പടി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്ക് പാർട്ട് കംപ്ലീറ്റായി. ഫ്രണ്ട് പാർട്ടിലും നെക്ക് ഫിനിഷ് ചെയ്തെടുത്തു. ഇനിയും ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്യുക. അതേപോലെ ബാക്ക് പാർട്ടിൽ ക്രോസ് പീസ് വെച്ച് നെക്ക് ഫിനിഷ് ചെയ്യുക. പിന്നീട് സ്ലീവ് സ്റ്റിച്ച് ചെയ്യണം. ബ്ലൗസിൻ്റെ ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്ത് നെക്കെല്ലാം ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം സ്ലീവിൽ ആദ്യമേ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന അത്ര ഇടയിൽ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം. ഇതേപോലെ ഫ്രണ്ട് മുകളിലും അതേപോലെ തന്നെ താഴെയുള്ള വശത്തും പ്ലീറ്റ്സ് ഇട്ടുക. ഇതേപോലെ സ്ലീവിൻ്റെ 2 സൈഡിലും ചെറിയ പ്ലീറ്റ്സ് ഇട്ടെടുത്തിട്ടുണ്ട്. ഇത് ആം ഹോളുമായിട്ട് ജോയിൻ്റ് ആകുന്ന ഭാഗമാണ്. ഇവിടെ ചെറിയ ഒരു പൈപ്പിംഗ് കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ സൈഡിലൊരു ചെറിയ പൈപ്പിംഗ് കൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയും ഇത് ആം ഹോളുമായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം സൈഡ് മെഷർമെൻറ്റിനനുസരിച്ച് സൈഡ് സ്റ്റിച്ച് ചെയ്യുക. താഴെയുള്ള വശം മടക്കി തയ്ച്ചെടുക്കുക. ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ്. ഇനിയും ഇതിന് ഹുക്ക് വെച്ച് കൊടുക്കണം. ഇതിൻ്റെ കൂടെയുള്ള സ്കേർട്ട് ഇതാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വേസ്റ്റിൽ ഇലാസ്റ്റിക്കാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.